നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സമഗ്രം, ആധികാരികം, സമ്പൂർണ്ണം. RCB LSGക്ക് മേൽ നേടിയ വിജയത്തെ അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ. വിജയത്തോടുകൂടി ഡിഫൻഡിംഗ് ചാമ്പ്യൻസായ RCB IPL പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം അവർ തുടരുകയാണ്. മികച്ച ബൗളിംഗ് പ്രകടനം കൂടിയായപ്പോൾ LSGയെ അവർ തകർത്തെറിഞ്ഞത് 5 വിക്കറ്റിനാണ്. 29 പന്തുകൾ ശേഷിക്കെയാണ് ഈ വിജയം വന്നത്. വിജയം ഉറപ്പായതിനു ശേഷം അവരുടെ വിക്കറ്റുകൾ 1-2 അധികം വീണുപോയി എന്നുള്ളത് കൊണ്ടാണ് ഇത് 5 വിക്കറ്റിൻ്റെ വിജയമായി പോയത്. അല്ലെങ്കിൽ ഒരു 7 വിക്കറ്റിനൊക്കെ അവർ അനായാസം വിജയിച്ച് പോവേണ്ടതായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത LSG നിശ്ചിത 20 ഓവറുകളിൽ 146 റൺസ് മാത്രമാണ് അടിച്ചത്. അതിവേഗത്തിൽ ഫിൽസാൾട്ടിൻ്റെ വിക്കറ്റ് തുടക്കത്തിൽ നഷ്ടപ്പെട്ടെങ്കിലും അതിവേഗത്തിൽ തന്നെ വിരാട് കോഹ്ലിയും രജത് പട്ടീദാറും ഒക്കെ ബാറ്റ് വീശിയപ്പോൾ അനായാസം RCB വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. കളിയിൽ എയ്ഡൻ മർക്രം 12 റൺസ് എടുത്ത് മടങ്ങുമ്പോൾ LSGയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് 4 ഓവറിൽ തന്നെ പിരിഞ്ഞു 32 റൺസാണ് അവർ നേടിയിരുന്നത്. ആ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ നേടിയിരുന്നത്. പിന്നാലെ നിക്കോളാസ് പൂറൻ്റെ മോശം ഫോം തുടരുകയാണ്. അതുപോലെ ഋഷഭ് പന്തിൻ്റെ കാര്യവും പറയേണ്ടതുണ്ട്. അദ്ദേഹം വീണ്ടും നിരാശപ്പെടുത്തുന്ന കാഴ്ച. ഏതായാലും മിച്ചൽ മാർഷ് 32 പന്തിൽ നിന്ന് 3 ഫോറും 2 സിക്സും അടക്കം 40 റൺസാണ് അടിച്ചത്. മർക്രം 8 പന്തിൽ നിന്ന് 12 റൺസ്. നിക്കോളാസ് പൂറൻ 1 റൺസുമായിട്ട് മടങ്ങി. ഋഷഭ് പന്ത് 6 പന്തിൽ നിന്ന് 1 റൺസാണ് അടിച്ചത്. ബദോനി 24 പന്തുകൾ നേരിട്ട് 4 ഫോറും 1 സിക്സും അടക്കം 38 റൺസ് അടിച്ചപ്പോൾ അബ്ദുൽ സമദ് ഡെക്കായി. മുകുൾ ചൗധരി ഒരിക്കൽ കൂടി മോശമല്ലാതെ ബാറ്റ് വീശി 28 പന്തിൽ നിന്ന് 3 ഫോറും 2 സിക്സും അടക്കം 39 റൺസ് അടിച്ചു. ലിൻഡെ 7, ഷാമി ഡക്ക്, ആവേഷ് ഖാൻ 1. അങ്ങനെ പോയി അവരുടെ ബാറ്റർമാരുടെ പ്രകടനം. 20 ഓവറിൽ അവർ ഓൾ ഔട്ടായി 146 റൺസ്. മികച്ച ബൗളിംഗ് ആണ് റാഷിഖ് സലാം നടത്തിയിരിക്കുന്നത്. 4 ഓവറിൽ 24 റൺസിന് അദ്ദേഹം 4 വിക്കറ്റുകൾ പിഴുതു. ഒപ്പം ഭുവനേശ്വർ കുമാർ 4 ഓവറിൽ 27 റൺസിന് 3 വിക്കറ്റും എടുത്തു. ജോഷ് ഹേസൽവുഡും മനോഹരമായിട്ട് പന്തെറിഞ്ഞു. 4 ഓവറിൽ 20 റൺസിന് അദ്ദേഹം 1 വിക്കറ്റ് എടുത്തു. കൃണാൽ പാണ്ഡ്യയ്ക്ക് 4 ഓവറിൽ 38 റൺസിന് 2 വിക്കറ്റ് ലഭിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ എല്ലാവരും മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു. മറുപടി ബാറ്റിങ്ങിൽ ഫിൽസാൾട്ടിനെ തുടക്കത്തിൽ നഷ്ടപ്പെട്ടു. അദ്ദേഹം മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 9 റൺസേ ഉണ്ടായിരുന്നുള്ളൂ. 8 പന്തുകളിൽ നിന്ന് ഒരു ഫോറിന് സഹായത്തോടെ അദ്ദേഹം 7 റൺസ് അടിച്ചു. ദേവദത്ത് പടിക്കലും അത്ര വലിയൊരു മികവിലേക്ക് പോയില്ല. പക്ഷെ മറുഭാഗത്ത് കോഹ്ലി നല്ല ഫോമിലായിരുന്നു. രണ്ടാമത്തെ വിക്കറ്റ് വീഴുമ്പോഴേക്കും സ്കോർ ബോർഡിൽ 66 റൺസായി കഴിഞ്ഞിരുന്നു. പക്ഷേ ദേവദത്ത് പടിക്കൽ 11 പന്തിൽ നിന്ന് 10 റൺസാണ് അടിച്ചത്. കോഹ്ലി 34 പന്തിൽ നിന്ന് 6 ഫോറും 1 സിക്സറും അടക്കം 49 റൺസാണ് അടിച്ചത്. അർദ്ധ സെഞ്ചുറിക്ക് തൊട്ടരികിൽ വെച്ച് ആവേഷ് ഖാൻ്റെ പന്തിൽ നിക്കോളാസ് പൂറൻ പിടിച്ച് അദ്ദേഹം മടങ്ങുകയായിരുന്നു. രജത് പട്ടീദാർ 13 പന്തിൽ നിന്ന് 1 ഫോറും 3 സിക്സും അടക്കം 27 റൺസ്. അദ്ദേഹത്തിൻ്റെ മാരകമായ ബാറ്റിംഗ് ഫോം തുടരുകയാണ്. ആ ബാറ്റിങ്ങിൻ്റെ പ്രഹരശേഷി ബൗളർമാരെ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജിതേഷ് ശർമ്മ 9 പന്തുകളിൽ നിന്ന് 2 ഫോറും 2 സിക്സും അടക്കം 23 റൺസും അടിച്ചു. ടിം ഡേവിഡ് അവസാനം കളി ഫിനിഷ് ചെയ്യുന്ന ഘട്ടത്തിൽ 8 പന്തിൽ നിന്ന് 1 ഫോറും 1 സിക്സും അടക്കം 14 റൺസ് അടിച്ചപ്പോൾ ഷെഫേർഡ് 8 പന്തിൽ നിന്ന് 1 ഫോറും 1 സിക്സും അടക്കം അതുപോലെ തന്നെ 14 റൺസ് അടിച്ചു. വിജയത്തിലേക്ക് അവരെത്തി. ടിം ഡേവിഡിൻ്റെ ഒക്കെ ആക്രമണം, ഒടുവിൽ ബൗണ്ടറി ലൈനിലൊരു ക്യാച്ച്, ഒരു ശ്രമം നടത്തി LSGയുടെ താരം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് മർക്രമിന് എറിഞ്ഞു കൊടുത്തത് കൃത്യമായില്ല എന്നുള്ളത് കൊണ്ട് ക്യാച്ച് നഷ്ടപ്പെട്ടു. ഏതായാലും മനോഹരമായിട്ട് തന്നെ ഇതാ വിജയിച്ച് കയറിയിരിക്കുന്നു RCB. പ്രിൻസ് യാദവ് 3 ഓവറിൽ 32 റൺസിന് 3 വിക്കറ്റ് എടുത്താണ് LSGക്ക് വേണ്ടിയിട്ടുള്ള മികച്ച ബൗളിംഗ് പ്രകടനം. ആവേഷ് ഖാൻ 4 ഓവറിൽ 23 റൺസിന് 2 വിക്കറ്റും വീഴ്ത്തുകയുണ്ടായി. ഏതായാലും RCB ഇതാ സ്വപ്ന കുതിപ്പ് തുടരുകയാണ്. അവർ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.